നമസ്കാരം. വെറുമൊരു ചരിത്രപാഠത്തിനപ്പുറം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന വലിയ ഇതിഹാസത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ പുതിയ അനാലിസിസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വെറുമൊരു പഠനയാത്ര എന്നതിലുപരി നമ്മുടെ രാജ്യത്തിന്റെ തലവര മാറ്റി എഴുതിയ മനുഷ്യരുടെയും സംഭവങ്ങളുടെയും കഥകളിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നത്. ഈ വലിയ ചരിത്രം നമുക്ക് വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാം. ശരി, നമുക്ക് നേരിട്ട് ഇതിലേക്ക് കടക്കാം, അല്ലേ? നമ്മുടെ കഥ ആരംഭിക്കുന്നത് 1857-ലാണ്. ഒന്നാലോചിച്ചു നോക്കൂ, തോക്കിലെ തിരകളെക്കുറിച്ചുള്ള ഒരു ചെറിയ വാർത്ത എങ്ങനെയാകും ഇത്ര വലിയൊരു വിപ്ലവത്തിന് തീപ്പൊരിയായത്? മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ ഉപയോഗിക്കാൻ ഇന്ത്യക്കാരായ സൈനികരെ നിർബന്ധിച്ചതാണ് പെട്ടെന്നുണ്ടായ ആ പ്രകോപനം. അതായത്, വലിയ രാജാക്കന്മാരൊന്നുമല്ല, മറിച്ച് സാധാരണക്കാരായ സൈനികരാണ് ഈ വലിയ വിപ്ലവം തുടങ്ങിവെച്ചത്. സാധാരണ മനുഷ്യരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്ര വലുതാണെന്ന് ഇത് നമ്മെ കാണിച്ചു തരുന്നു. ഈയൊരു വിശ്വാസലംഘനം നമ്മുടെ ഇതിഹാസത്തിലെ ആദ്യത്തെ നായകനെ സൃഷ്ടിച്ചു. മറ്റാരുമല്ല, 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ സൈനികനായിരുന്ന സാക്ഷാൽ മംഗൾ പാണ്ഡെ. തങ്ങളുടെ വിശ്വാസങ്ങൾക്കുമേലുള്ള ഈ കടന്നുകയറ്റത്തെ അദ്ദേഹം വളരെ ധീരമായി തന്നെ എതിർത്തു. പക്ഷേ 1857 ഏപ്രിൽ 8-ന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിലേറ്റി. അങ്ങനെ ആ മഹാവിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി മംഗൾ പാണ്ഡെ മാറി. ഇവിടെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഒരേ സംഭവത്തെ രണ്ടുപേർ എങ്ങനെ കാണുന്നു എന്നത് നോക്കൂ. മെയ് 10-ന് മീററ്റിൽ തുടങ്ങിയ ആ വിപ്ലവത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വെറുമൊരു ശിപായി ലഹള അല്ലെങ്കിൽ ഒരു പൈശാചിക കാറ്റ് എന്നൊക്കെ വിളിച്ചപ്പോൾ, വി.ഡി. സവർക്കറെ പോലുള്ള ദേശീയവാദികൾ അതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്നാണ് വിശേഷിപ്പിച്ചത്. അതെ, ചരിത്രം എപ്പോഴും അത് എഴുതുന്നവന്റെ കാഴ്ചപ്പാടിലൂടെയാണല്ലോ നമ്മൾ വായിക്കുന്നത്, അല്ലേ? ബ്രിട്ടീഷുകാർ പറഞ്ഞ ആ പൈശാചിക കാറ്റ് ഇന്ത്യയൊട്ടാകെ ആഞ്ഞടിച്ചപ്പോൾ പലയിടത്തും പുതിയ നായകന്മാരുയർന്നു വന്നു. ഡൽഹിയിൽ അവസാന മുഗൾ രാജാവായ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബക്ത് ഖാനും നേതൃത്വം നൽകിയപ്പോൾ കാൺപൂരിൽ നാനാസാഹിബും താന്ത്യാ തോപ്പിയും ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി. ഇനി ബീഹാറിലാണെങ്കിലോ കൺവർ സിംഗാണ് വിപ്ലവം നയിച്ചത്. ചുരുക്കത്തിൽ ഓരോ പ്രദേശത്തും ജനങ്ങളെ നയിക്കാൻ ഓരോ നായകന്മാർ മുന്നോട്ടു വന്നു. ഈ നായകന്മാർക്കിടയിൽ ശരിക്കും വേറിട്ട നിന്നൊരു ഇതിഹാസ നായികയുണ്ടായിരുന്നു. 1857-ലെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാക്ഷാൽ ഝാൻസി റാണി ലക്ഷ്മിബായ്. മണികർണിക എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര്. കേവലം വാളെടുത്ത് പോരാടുക മാത്രമല്ല, തന്ത്രപരമായ ഗറില്ല യുദ്ധമുറകളിലൂടെ ബ്രിട്ടീഷുകാരെ അവർ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. 1858 ജൂണിൽ മരിക്കുന്നതുവരെ അവർ ആ പോരാട്ടം തുടർന്നു. റാണിയുടെ പോരാട്ടവീര്യം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നറിയാമോ? അവരുടെ ശത്രുക്കളായ ബ്രിട്ടീഷ് സൈനിക മേധാവികൾ പോലും ആ ധീരതയെ സമ്മതിച്ചുകൊടുത്തു. പിന്നീട് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അവരെക്കുറിച്ച് പറഞ്ഞത് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ്. നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായങ്ങളിലൊന്നു തന്നെയാണ് റാണിയുടെ ആ പോരാട്ടം. പക്ഷേ ഇത്രയൊക്കെ പോരാടിയിട്ടും 1858-ല് ഈ വിപ്ലവം അടിച്ചമർത്തപ്പെട്ടു. ബഹാദൂർ ഷാ രണ്ടാമനെ റങ്കൂണിലേക്ക് നാടുകടത്തി. എന്നാൽ ഇതൊരു വലിയ മാറ്റത്തിന് കാരണമായി എന്നതാണ് സത്യം. 1858-ലെ ആ നിയമപ്രകാരം ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഭരണം അവിടെ അവസാനിക്കുകയും ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിനെ ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നാണ് ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് 1916. സായുധ പോരാട്ടങ്ങളിൽ നിന്നും മാറി ഹോം റൂൾ അഥവാ സ്വയം ഭരണം എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സമരം മാറുകയാണ്. ആനി ബെസന്റും ബാലഗംഗാധര തിലകനുമാണ് ഈ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഈ രാഷ്ട്രീയ ഉണർവിനെ ബ്രിട്ടീഷുകാർ നേരിട്ടത് വളരെ ക്രൂരമായിട്ടാണ്. റൗലറ്റ് ആക്ടിനെതിരെയുള്ള ജനങ്ങളുടെ സമാധാനപരമായ പ്രതിഷേധം അവസാനിച്ചത് 1919 ഏപ്രിൽ 13-ലെ ആ വലിയ ദുരന്തത്തിലാണ്. അതെ, ജനറൽ ഡയറുടെ ഉത്തരവിൽ നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇന്ത്യയെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു അത്. ജാലിയൻ വാലാബാഗിൽ വീണ ആ ചോരത്തുള്ളികൾ ഇന്ത്യയിലൊട്ടാകെ ഒരു വലിയ പ്രക്ഷോഭത്തിന് കാരണമായി. പ്രതിഷേധസൂചകമായി രവീന്ദ്രനാഥ് ടാഗോർ തന്റെ സർ പദവി വലിച്ചെറിഞ്ഞു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി. അങ്ങനെ 1921 ആയപ്പോഴേക്കും ഖാദി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോമായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ 1922-ൽ ചൗരച്ചൗരയിലുണ്ടായ അക്രമസംഭവം ഈ പ്രസ്ഥാനത്തെ പെട്ടെന്ന് നിർത്തിവെക്കാൻ ഗാന്ധിജിയെ നിർബന്ധിതനാക്കി.
ഇവിടെ ചരിത്രത്തിന്റെ വളരെ രസകരമായ ഒരു കാരണവും ഫലവും നമുക്ക് കാണാം. ചൗരിചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പെട്ടെന്ന് സമരം പിൻവലിച്ചത് പല നേതാക്കളെയും ശരിക്കും നിരാശരാക്കി. അങ്ങനെയാണ് മോത്തിലാൽ നെഹ്റുവും CR ദാസും ചേർന്ന് സിസ്റ്റത്തിനുള്ളിൽ നിന്ന് തന്നെ പോരാടാൻ തീരുമാനിക്കുകയും 1922 ഡിസംബറിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തത്. ചരിത്രത്തിന്റെ ഗതിമാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കൂ. ഇനി 1928ലേക്ക് വരാം. ഇവിടെ നമ്മുടെ കഥയിലെ മറ്റൊരു പ്രക്ഷുബ്ധമായ അധ്യായം തുടങ്ങുകയാണ്. ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലുമില്ലാത്ത സൈമൺ കമ്മീഷന്റെ വരവ്. സ്വാഭാവികമായും ഇന്ത്യക്കാരത് പൂർണ്ണമായും ബഹിഷ്കരിച്ചു. എന്നാൽ ആ പ്രതിഷേധങ്ങൾക്കിടയിൽ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റ് ലാലാ ലജ്പത് റായ് എന്ന ധീരനായ നേതാവ് രക്തസാക്ഷിയായി. നമ്മുടെ ചരിത്രത്തിലെ വളരെ വേദനിപ്പിക്കുന്നൊരു ഏടാണിത്. ബ്രിട്ടീഷുകാരുടെ ഇത്തരം അവഗണനകൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം തന്നെ മാറ്റിയെഴുതി. വെറുമൊരു ഡൊമീനിയൻ പദവി ഇനി പോരാ, പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെ വേണം എന്നായി ഇന്ത്യക്കാരുടെ ആവശ്യം. 1929 നടന്ന കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം ഈ ലക്ഷ്യം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു. ഈയൊരു നിമിഷം നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. 1929 ഡിസംബർ 31 ആ അർദ്ധരാത്രി ലാഹോറിലെ രവി നദിക്കരയിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നു. അതൊരു സാധാരണ സംഭവമായിരുന്നില്ല കേട്ടോ. ഇനി ഒരു പടി പോലും പിന്നോട്ടില്ല എന്ന് കോടിക്കണക്കിനു വരുന്ന ജനങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ച നിമിഷമായിരുന്നു അത്. പ്രതിഷേധങ്ങൾ ശക്തമായപ്പോൾ സമവായത്തിനായി ബ്രിട്ടീഷുകാർ ലണ്ടനിൽ വെച്ച് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുചേർത്തു. 1930 മുതൽ 32 വരെ 3 സമ്മേളനങ്ങൾ. ഒന്നാമത്തേതിൽ മുഹമ്മദലി ജിന്ന പങ്കെടുത്തു. രണ്ടാമത്തേതിൽ ഗാന്ധിജിയും സരോജിനി നായിഡുവും. എന്നാൽ BR അംബേദ്കർ ആകട്ടെ ഈ 3 സമ്മേളനങ്ങളിലും പങ്കെടുത്തിരുന്നു. ഈ ചർച്ചകൾക്കിടയിൽ തന്നെ ഇന്ത്യക്കാരുടെ നേതാക്കൾക്കിടയിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയിരുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ കഥയ്ക്ക് സമാന്തരമായി മറ്റൊരു വലിയ കാര്യം കൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. 1906 ധാക്കയിൽ വെച്ച് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടതോടെ ഒരു പുതിയ രാഷ്ട്രീയ സ്വത്വത്തിനുള്ള വിത്തുകൾ പാകിയിരുന്നു. ഇനി അതെങ്ങനെയാണ് വലിയൊരു മരമായി വളർന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ ചെറിയൊരാശയം എങ്ങനെയാണ് ഒരു രാജ്യത്തെ തന്നെ വിഭജിക്കുന്നതിലേക്ക് എത്തിയത്? സാരെ ജഹാൻ സെ അച്ഛ എഴുതിയ മുഹമ്മദ് ഇക്ബാലാണ് മുസ്ലിം ദേശീയവാദം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ പാകിസ്ഥാന്റെ പ്രവാചകൻ എന്ന് വിളിക്കുന്നു. പിന്നീട് ഈ ആശയം മുഹമ്മദ് അലി ജിന്നയിലൂടെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം അഥവാ 2 രാജ്യങ്ങൾ എന്ന ഉറച്ച തീരുമാനമായി മാറി. അദ്ദേഹം പാകിസ്ഥാന്റെ പിതാവായി അറിയപ്പെടുന്നു. അതുവരെ വെറുമൊരു ആശയം മാത്രമായിരുന്ന ആ വികാരത്തിന് ഒരു പേര് ലഭിക്കുകയാണ്. ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന പേര് ആദ്യമായി ഉപയോഗിക്കുന്നത്. ഉർദു ഭാഷയിൽ ഇതിനർത്ഥം ശുദ്ധമായ നാട് എന്നാണ്. അങ്ങനെ വിഭജനത്തിലേക്കുള്ള ആ യാത്രയ്ക്ക് കൂടുതൽ വ്യക്തത കൈവന്നു. പിന്നീടങ്ങോട്ട് കാര്യങ്ങൾ വളരെ വേഗത്തിലായിരുന്നു. 1929 ജിന്നയുടെ 14 ഇനതത്വങ്ങൾ, തുടർന്ന് 1940 ലാഹോറിൽ വെച്ച് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം, ഒടുവിൽ 1946 ഓഗസ്റ്റ് 16 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആചരിച്ചതോടെ കാര്യങ്ങൾ വലിയ കലാപങ്ങളിലേക്കും ഒടുവിൽ നമ്മുടെ ഉപഭൂഖണ്ഡത്തിന്റെ വിഭജനത്തിലേക്കും എത്തിച്ചേർന്നു. നമ്മുടെ ഈ അവതരണത്തിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കുറച്ച് വർഷങ്ങളും തീയതികളും മാത്രം കാണാപ്പാഠം പഠിച്ചാൽ മതിയോ? അതോ ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ മനുഷ്യരുടെ വലിയ കഥകൾ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ടോ? 1857 മുതൽ വിഭജനം വരെയുള്ള ആ വലിയ പോരാട്ടത്തിന്റെയും സഹനത്തിന്റെയും കഥ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ വിശകലനം നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് കരുതുന്നു. നന്ദി.